നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ 10 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥലത്ത് നിർബന്ധമായും ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണം, പോഷ് ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിയമത്തിൽ എവിടെയും 10 സ്ത്രീകളുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ ജോലിക്കാരായിട്ടുള്ള തൊഴിലിടങ്ങളിൽ ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണം, പോഷ് ആക്ട് വേണമെന്നല്ല പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ്, ഈ നിയമപ്രകാരം സെക്ഷൽ ഹരാസ്മെൻറ്റ് കംപ്ലൈൻറ്റ് ഒരു ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് മാത്രമല്ല റേസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷന്മാർ മാത്രമുള്ളൊരു സ്ഥാപനം എന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിൽ വിസിറ്ററായിട്ടൊരു സ്ത്രീ വരാം. അതല്ലെങ്കിൽ അവരുമായിട്ട് ബിസിനസ് ഡീലിങ്ങിന് ഏതെങ്കിലും തരത്തിൽ വെണ്ടറായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡറായിട്ടോ ഈവൻ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈവൻ ഒരു സ്ത്രീക്ക് അവിടെ വരാം. അപ്പോൾ ഇത്തരം സ്ത്രീകൾക്ക് അവരുടെ ബിസിനസ്സിൻ്റെ പ്രെമിസസിലോ പ്രോസസ്സിലോ എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് നിയമത്തിൽ പറയുന്നത് എനി വുമൺ ക്യാൻ ബി ആൻ അഗ്രീവ്ഡ് വുമൺ എന്ന് പറയുന്നത്. അത് ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ എന്ത് വേണം? ഇൻറ്റേർണൽ കമ്മിറ്റി വേണം. കാരണം അവിടെ വിസിറ്ററായിട്ടോ ബിസിനസ് പാർട്ട്ണറൊക്കെ ആയിട്ടോ മറ്റൊരു സ്ത്രീ വരാം എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ 10 തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളാണെങ്കിലേ ഇൻറ്റേർണൽ കമ്മിറ്റി വേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പോഷ് ആക്ട് നിർബന്ധമാകേണ്ടതുള്ളൂ. അതല്ല, ഈ 10 തൊഴിലാളികൾ ഉണ്ടാകുന്ന സ്ഥാപനത്തിൽ നിർബന്ധമായും ഒരു സ്ത്രീയെങ്കിലും വേണം എന്നൊരു ക്ലോസ് ഈ നിയമത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെടാനും അതുവഴി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാനും തൊഴിലുടമകൾ ശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പൊട്ടൻഷ്യൽ സാധ്യത ഒഴിവാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നിയമത്തിൽ 10-ലധികം തൊഴിലാളികൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ എനി ജെൻഡറിലുള്ള ആവട്ടെ എന്നുള്ളൊരു കണ്ടീഷൻ ഇതിൽ വെച്ചിരിക്കുന്നത്.